നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബിജെപിയുടെയും അവർ ഉൾപ്പെടുന്ന സഖ്യമായ മഹായുതിയുടെയും പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി ലോക് പോൾ സർവേ ഫലം പുറത്ത്. സംസ്ഥാനത്ത് ബിജെപിക്ക് അടിതെറ്റുമെന്നും പ്രതിപക്ഷ സഖ്യമായ MVA അഥവാ മഹാവികാസ് അഘാഡി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്നുമാണ് ലോക് പോൾ മെഗാ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ MVA അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പറയുന്നത്. മഹായുതി സഖ്യത്തിന് വിചാരിച്ചത്രയും മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പിൽ ശോഭിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് മെഗാ സർവേ പറയുന്നത്. സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം കടക്കുന്ന രീതിയിലുള്ള പ്രകടനം MVA നടത്തുമെന്നാണ് ലോക് പോൾ പ്രവചിക്കുന്നത്. നിലവിലെ ഭരണകക്ഷി കൂടിയായ മഹായുതി ആകെ 115 മുതൽ 128 സീറ്റുകൾ വരെ നേടാനാണ് സാധ്യതയെന്നും സർവേ പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ സഖ്യമായ MVA വമ്പൻ മുന്നേറ്റം തന്നെ നടത്തുമെന്ന് സീറ്റ് നില സൂചിപ്പിക്കുന്നുണ്ട്. 151 മുതൽ 162 സീറ്റുകൾ വരെയാണ് മഹാവികാസ് അഘാഡിക്ക് ലോക് പോൾ പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് കേവലം 5 മുതൽ 14 സീറ്റുകൾ വരെയാണ് പ്രവചനം. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സർവേ നടത്തിയതെന്നാണ് ലോക് പോൾ വ്യക്തമാക്കുന്നത്. ഇതിനായി ആകെയുള്ള 288 മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും 300 സാമ്പിളുകൾ വീതം ശേഖരിച്ചുവെന്നാണ് അവർ പറയുന്നത്. സീറ്റ് നിലയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ വോട്ട് വിഹിതത്തിലും മഹായുതി സഖ്യത്തെ MVA വലിയ വ്യത്യാസത്തിൽ മറികടക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. MVA 43 മുതൽ 46% വരെ വോട്ട് നേടുമെന്നാണ് സർവേ പറയുന്നതെങ്കിൽ മഹായുതിക്ക് ലഭിക്കുക 37 മുതൽ 40% വരെയാണ് വോട്ട്. മറ്റുള്ളവർക്ക് ഇത് 16 മുതൽ 19% വരെ ആയിരിക്കും. അതേസമയം നവംബർ 20-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലം വരുന്നതാകട്ടെ നവംബർ 23-നും. ആകെ 288 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 145 സീറ്റുകൾ നേടുന്നവർക്ക് സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയും. നിലവിൽ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം എന്നിവർ ഒരുമിച്ചുള്ള മഹായുതി സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ്, ശിവസേന, UPT, NCP, ശരത് പവാർ എന്നിങ്ങനെയുള്ള കക്ഷികളാണ് ഉൾപ്പെടുന്നത്. ഇരു കൂട്ടരും കാര്യമായ പ്രചരണം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇത് ആവർത്തിച്ചുകൊണ്ട് ഇക്കുറി നിയമസഭയിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർ ഉൾപ്പെടെ താരപ്രചാരകരെ ഇറക്കിയാണ് BJP പ്രചരണം നയിക്കുന്നത്. ലോക്സഭയിലേതിന് സമാനമായ തിരിച്ചടി ഉണ്ടായാൽ അത് BJPക്ക് വലിയ രീതിയിൽ ദോഷം തന്നെ ചെയ്യും. അതേസമയം മഹാവികാസ് അഘാഡി സഖ്യത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയമായിരുന്നു. അഴിമതിയുടെ ഏറ്റവും വലിയ കളിക്കാരാണ് മഹാവികാസ് അഘാഡിയിലെ പാർട്ടികളെന്നും ഇക്കൂട്ടർ സംസ്ഥാനത്തെ വികസനം സ്തംഭിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. രാജ്യം ഭരിക്കാൻ ജനിച്ചതാണെന്ന് കരുതുന്നവരാണ് ഗാന്ധി കുടുംബമെന്നും മോദി വിമർശിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ പുരോഗതി കോൺഗ്രസ് തടഞ്ഞുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് ഒരിക്കലും ദളിതരെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും പുരോഗതി പ്രാപിക്കാൻ അനുവദിച്ചിട്ടില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ ഒരു പഴയ കോൺഗ്രസ് പരസ്യം പാർട്ടിയുടെ സംവരണ വിരുദ്ധ മനോഭാവമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും മോദി തുറന്നടിച്ചിരുന്നു.